ഹായ് കൂട്ടുകാരെ, അപ്പോൾ എൻ്റെ ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നത്തെ ലോങ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ വലിയ ലോങ് വീഡിയോസ് ആട്ടോ. ഇത് ഞങ്ങളുടെ പാലക്കാടുള്ള താലൂക്കിലെ പെരുമാട്ടി എന്ന ഗ്രാമപഞ്ചായത്തിൽ അടിപൊളി ഞാൻ പാലക്കാട് നാടായിട്ട് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ വണ്ടി കൊണ്ട് വന്നേക്കുന്നത് ഇതേ ആടുകളൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടാവും. നല്ല രസമുണ്ട് ഇവിടെ. അവൻ മേഞ്ഞിട്ട് തണുപ്പ് പറ്റി നിൽക്കുക. ഇവിടെ അടിപൊളി സ്ഥലമാണ്. ഞാൻ വണ്ടി കൊണ്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഈ ഡാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ല ഹാപ്പിനെസ് കണ്ടു കഴിഞ്ഞാൽ. ഇതൊക്കെ ഫുള്ള് മഴക്കാലത്ത് ഫുള്ള് വെള്ളം നിറഞ്ഞു നിന്നിട്ട് ഈ നമ്മൾ നിൽക്കുന്ന അവിടെയൊക്കെ രണ്ടാൾക്കാർക്ക് വെള്ളമായിരിക്കും. പക്ഷെ ഇവിടെ കുറേ അപകട മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഓരോരോ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് ഇവിടെ അറിയാതെ വെള്ളം ഇപ്പോൾ ഇതുണ്ട്, അതിങ്ങനെ കുന്നാണ്. അപ്പോൾ എല്ലാവരും വെള്ളം ഇതുവരെ കുന്നാണ്. അപ്പോൾ വെള്ളമില്ലേ, വെള്ളം ഇവിടെ ഇതുവരെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെയൊക്കെ നിറഞ്ഞ് നിൽക്കുകയല്ലേ. ഒരാളുടെ ഇടുപ്പിനൊക്കെ വെള്ളമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോരുത്തർ കളിക്കും. നീന്തലായി അറിയാത്തവർ ഇങ്ങനെ കളിച്ചിട്ട് ഇവിടെ വെള്ളം നിൽക്കുന്ന സമയത്ത് ഇവിടെ ആഴമുള്ള കാര്യം ആർക്കും അറിയില്ല. ഈ നാട്ടുകാർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, ഇവരിങ്ങനെ കളിച്ച് ഇങ്ങനെ പെടുകയാണ്. ഇവിടെ ഇത്ര ആഴം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ നിൽക്കുന്നവിടെ കണ്ടോ, അവരാണ് നിൽക്കുന്നത്. ഈ നിൽക്കുന്നവിടെ ഒരു ഏകദേശം മുട്ടിന് വെള്ളമാണെങ്കിൽ ഇവിടുത്തെ അവസ്ഥ ഓർത്ത് നോക്ക്. ഇവിടെ ആഴം കൂടുതലാണ്. മനസ്സിലായോ? ഈ ആടുകളൊക്കെ മെയിൻ നല്ല രസമുണ്ട്. ആദ്യം നമുക്കിതിൻ്റെ സീരിയസ്നെസ് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നല്ല ആഴമാണ്. ഇവിടെ ശരിക്കും ഒരു 2 ആനയ്ക്കൊക്കെ മൂടും വെള്ളം. മനസ്സിലായോ? ഇത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ വെള്ളം ഇവിടെ പുഴയല്ല, ഇതൊരു ഡാമാണ്. അതായത് മഴവെള്ള സംഭരണി പോലെയുള്ള സംഭവമാണ്. അപ്പോൾ അത് കാരണം ഇവിടെ എല്ലാവർക്കും കാണുമ്പോൾ നല്ല ലുക്കായിരിക്കും. ഇതേണ്ട അങ്ങ് ദൂരെ വരെ വെള്ളം നിൽക്കും. ഇവിടെയൊക്കെ വെള്ളം വറ്റിക്കിടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് വെള്ളം എന്ത് ചെയ്യുമോ, ഇത് ഇറങ്ങി ഇവിടെയൊക്കെ മുട്ടിൽ വെള്ളമാകുമ്പോൾ എല്ലാവരും പറയും നല്ല രസം, കുളിക്കുക എന്ന് പറഞ്ഞ് കുളിച്ചിട്ട് ആഴത്തേക്ക് വരുമ്പോഴാണ് ഡേഞ്ചർ വരുന്നത്. അങ്ങനെ അന്ന് ഒരു ചേട്ടായി വന്നു. ആ പാനയുടെ അവിടെ ഒരു 6 പേര് ഒരുമിച്ച് മരണപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ഇവിടെയൊക്കെ 3 പേര്, അങ്ങനെ കുറേ പേര് മരണപ്പെട്ടിട്ടുള്ള സ്ഥലമാണ്. കാണുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് അതാണ് സീരിയസ്നെസ്. അപ്പോൾ അത് കാരണം ഇവിടെ എപ്പോഴെങ്കിലും ആൾക്കാർ വരുമ്പോൾ ഇവിടെ കുളിക്കുമ്പോഴൊക്കെ നമ്മൾ ഇവിടെയല്ല, ഏതൊരു പുഴയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ശരിയല്ല, നമ്മൾ കാണാത്ത ഒരു സ്ഥലത്തോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആ നാട്ടുകാരുടെ നിർദ്ദേശം നമ്മൾ എന്തായാലും ചെയ്യണം. ചിലവർ അങ്ങോട്ട് പോകേണ്ട പറയുമ്പോൾ നമ്മൾ ധിക്കരിച്ച് പോകുന്നില്ല. അത് ഭയങ്കര ഡേഞ്ചറാട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സീരിയസ്നെസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പറഞ്ഞുതരാം എൻജോയ്മെൻറ്റ് പറയാം. എൻജോയ്മെൻറ്റ് പറയുകയാണെങ്കിൽ ഇവിടെ ഈ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ലുക്കാട്ടോ. നല്ല ഏരിയ പറഞ്ഞാൽ നല്ല ഏരിയയാണ്. അപ്പോൾ നമ്മുടെ ഡേഞ്ചറിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സന്തോഷത്തിനോട് പറയുകയാണെങ്കിൽ ഇതാണ്. ഇവിടെ ഫുള്ള് മീൻ പിടിക്കുക, അതേപോലത്തെ അങ്ങനെ തെങ്ങ്, അതേപോലെ പനകൾ എല്ലാം ഉള്ള സ്ഥലമാണ്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഓക്കെ, എനിക്ക് അങ്ങനെ പറയാമെന്ന് കിട്ടിയില്ല, എന്നാലും പറയണേ. പിന്നെ എന്തുമാത്രം അടിപൊളിയാണെന്ന് അറിയാം, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ പാലക്കാട് ജില്ലയിൽ ഞാനുണ്ടായിട്ട് എനിക്കിത് കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ശിഹാബ് ഒരിക്കൽ പറഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ കണ്ടതാട്ടോ. സംഭവം കിടക്കിയിട്ട് വേനൽക്കാലത്ത് ഈ പട്ടികളൊക്കെ കുളിക്കാൻ പോയിട്ട് പട്ടികൾക്കൊക്കെ വെള്ളത്തിൽ പോയി കിടക്കാമല്ലോ. അപ്പോൾ അവരൊക്കെ കിടന്നിട്ട് ഇങ്ങനെ വരികയാണ്. പിന്നെ ശിഹാബ് വന്നിട്ടുണ്ട്, അവൻ അത് അവിടെ നിന്ന് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ ഇത് ഫുള്ള് വെള്ളമായിരിക്കും കേട്ടോ. ചങ്കളെ ഇപ്പോൾ വെള്ളമൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ്. ഞാൻ എന്തായാലും ഒരു 6-7 മിനിറ്റ് ഉള്ള ഒരു വീഡിയോസ് ഇടാൻ പ്ലാന്. നിങ്ങളെല്ലാവരും ഷെഡ്യൂൾ കാണണം. പെരുമാട്ടി ഗ്രാമപഞ്ചായത്തിലെ തെങ്ങര ഡാമാണ് കേട്ടോ. ഈ സംഭവം അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഇനി വീണ്ടും സീരിയസ്നെസ് കിടക്കണമെങ്കിൽ വീണ്ടും വെള്ളം കമ്മിയായി ഇതുവരെ വെള്ളം വന്നതെന്ന് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കണ്ടോ, ഇതുപോലെയുള്ളൊരു കുഴി ഉണ്ടാവും. ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വെള്ളമുള്ളത് കൊണ്ട് നമ്മൾ കൊച്ചുങ്ങളിലൊക്കെ കളിപ്പിക്കപ്പെടും. അപ്പോൾ കൊച്ചുങ്ങൾ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ഓടി കളിക്കാനൊക്കെ സുഖമാണ്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന മുകളിൽ വെള്ളമായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയും ഇതേ സ്ഥലമാണ്, ഫ്ലാറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, അങ്ങനെ ഇറങ്ങുമ്പോൾ ഇതിൽ അപകടം സംഭവിക്കും. മനസ്സിലായോ? ഇതൊരു കുഴിയാണ്. അപ്പോൾ ഈ കുഴിയൊക്കെ വെള്ളം വറ്റിക്കഴിഞ്ഞപ്പോൾ അറിയുന്നുണ്ട് കുഴിയാണ്. വെള്ളത്തോടു കൂടി നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാനിതിൽ എഡിറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല. ഈ ലോങ് വീഡിയോസ് തന്നെ അങ്ങനെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോലെ നിങ്ങൾ ക്ഷമയുള്ളവർ കാണുക കേട്ടോ. എല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. ഓക്കെ, 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ വീഡിയോസ് ലോങ് വീഡിയോസ് തന്നെ ആക്കാൻ പോവാണ്. ഞാൻ കട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ, അങ്ങനെ ഇടുകയാണ്. അപ്പോൾ ഇതാണ് സുന്ദരമായ സ്ഥലം കേട്ടോ. അപ്പോൾ പെരുമാട്ടി ഗ്രാമപഞ്ചായത്തിൽ അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇപ്പോൾ ഇതിൽ കാണുമ്പോഴേ എന്താ പറയുക, ഒരു താഴ്വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതേപോലെ ആ ഭാഗത്തുണ്ട് കേട്ടോ, അപ്പുറത്ത്. അപ്പോൾ എൻ്റെ വീഡിയോസുകൾ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ഓപ്പണായിട്ട് ഇങ്ങനെ സംസാരിക്കും. ഞാൻ എങ്ങനെയാണോ അങ്ങനെ സംസാരിക്കുന്ന പോലെയാണ് ലോങ് വീഡിയോസ് ഇടാറുള്ളത്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റിൽ അയക്കി.
ഓക്കെ. പക്ഷേ ഇവിടെ അടിപൊളി സ്ഥലമാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഉണ്ടാവും ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് കമ്മിയായപ്പോൾ ടൂറിസ്റ്റുകൾ, അതായത് ഓരോരുത്തർക്ക് ബൈക്കും കൊണ്ടൊക്കെ വന്നിട്ട് ഇവിടെ ബൈക്ക് നിർത്തിയിട്ട് ഷോയ്ക്കൊക്കെ വീഡിയോസൊക്കെ എടുക്കുക. പിന്നെ എല്ലാവരും മലിനമാക്കണമുണ്ട് കേട്ടോ, കുറേ പേര് കണ്ട ഇവിടെയൊക്കെ കള്ള് കുടിച്ചിട്ടൊക്കെ അവിടെ തന്നെ കുപ്പിയൊക്കെ ഇട്ടിട്ട് പോവും, ഒരു വൃത്തിയില്ലാത്ത പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. വീഡിയോസ് എന്തായാലും ലോങ് വീഡിയോസ് തന്നെയാണ് ഞാൻ ഇടാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കണ്ട. ലോങ് വീഡിയോസ് ഉണ്ടാക്കണേ. അപ്പോൾ ഈ ഓരോ ചെറിയ ചെറിയ കുഴികളുണ്ട്, ഈ കുഴികളൊക്കെ പണ്ട് ഇവിടെ പന നിന്ന കുഴികളാട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് പനകളുണ്ടായിരുന്നു, അതിൻ്റെ കുഴികളാണ് കണ്ടോ ഈ ഓരോരോ ചെറിയ ചെറിയ കുഴികളൊക്കെ. അങ്ങനെ ഈ അടിപൊളി വ്യൂസ് നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇവിടെയൊക്കെ ആൾക്കാർ കാറൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കറക്കിയിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും അടിപൊളി സ്ഥലം. അതേപോലെ തന്നെ ഇതിൽ ഭയങ്കര അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട് വീഡിയോസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് എങ്ങനെയൊക്കെയാണോ അതേപോലെ ഡേഞ്ചറുമാണ്, അതേപോലെ സുന്ദരവുമാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നൊക്കെ പറയുന്നില്ല ഒരു പഴഞ്ചൊല്ലി, അതുപോലെയാണ്. ഡാമിൽ വെള്ളം എന്ന് പറഞ്ഞാൽ കല്ലൊക്കെ വന്നിട്ടുണ്ട്, അവിടെ വെള്ളം നിറഞ്ഞ് നിൽക്കും. പക്ഷേ ആൾക്കാർക്ക് അറിയില്ല, ആൾക്കാർക്ക് ഇതിൽ അപകടങ്ങൾ എങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ വന്നത് ഇതേ ആ പനിയുടെ അവിടെ നിന്നാണ് കേട്ടോ. അവിടെ നമ്മുടെ വണ്ടി നിർത്തിയിട്ട് നല്ല തണലുണ്ട്. പിന്നെ ഇങ്ങനെ പോകുന്നത് ഇവിടെ ഫുള്ള് പനകളൊക്കെയാണ്. വീഡിയോസ് എടുത്തിട്ട് നല്ല ഷോട്ട്സുകളൊക്കെ ഇട്ടുകൂടാ, സൂപ്പറായിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ ഈ ആ ഭാഗത്ത് കന്നുകാലികളൊക്കെ മേയുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ ഈ ഓരോ കുഴികളൊക്കെ തെങ്ങും പനയൊക്കെ നിന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ പറയുക, അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ടോ. ശിഖ ഈ ഫോണൊന്നും ഇങ്ങനെ പിടിക്കുമോ? എന്തായാലും എൻ്റെ ലോങ് വീഡിയോസ് ഉണ്ട്, ഞാൻ അവസാനിപ്പിക്കാൻ പോകും. അപ്പോൾ ഒന്നുകൂടി കാണിക്കാം. അപ്പോൾ ഈ സ്ഥലങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വീഡിയോസ് ചെയ്യാം. ഇപ്പോഴല്ല, വെള്ളം കൂടിയ ശേഷം. അപ്പോൾ ഇങ്ങനെ ഞാൻ സംസാരിക്കാം. എന്നാൽ ഞാൻ അവിടെ നിന്ന് സംസാരിക്കട്ടെ. നല്ല വ്യൂ ഇവിടെയല്ലേ. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ ഇതാണ് നമ്മുടെ പെരുമാട്ടി ഗ്രാമപഞ്ചായത്തിലെ അടിപൊളി അതിസുന്ദരമായ ഒരു ചെറിയ ഡാമാണ്, കുഞ്ഞു ഡാം. കാണുമ്പോൾ നല്ല ഈസി ആയിട്ട് ഗ്ലാമർ ഉണ്ടെങ്കിൽ ഇത് ഭയങ്കര ഡേഞ്ചർ പിടിച്ച സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വരിക. എന്താണെന്നറിയോ, വെള്ളം ഉണ്ടെങ്കിലും നമുക്കിതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഓരോ കുഴിയുള്ള കാര്യം ആർക്കും അറിയില്ല. അപ്പോൾ അത് കാരണം കുട്ടികളൊക്കെ വരുമ്പോൾ ഇവിടെ നല്ല ഹാപ്പി ആയിട്ട് കളിക്കരുത്. എന്തായാലും അറിയാത്തവർ മാക്സിമം ശ്രദ്ധിച്ചിട്ട് ഇവിടെ വരണം. നല്ല അടിപൊളി വ്യൂ ആണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. അപ്പോൾ മുത്തുമണികളെ ഞാൻ പറഞ്ഞു, എന്തായാലും 8 മിനിറ്റായി. അപ്പോൾ വീഡിയോസ് 8 മിനിറ്റിൻ്റെ വീഡിയോസാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടി നിങ്ങളെല്ലാവരോടും ഞാൻ നന്ദി